ഏറ്റവും കൂടുതൽ ആൾക്കാർ വിചാരിക്കുന്ന തെറ്റിദ്ധാരണയാണ് നമ്മൾ പൊരിച്ച ഇറച്ചി കഴിച്ചുകൊണ്ടാണ് കൊളസ്ട്രോൾ കൂടുന്നത്, ഇറച്ചി അല്ലെങ്കിൽ മീൻ കൂടുതൽ കഴിക്കുന്നത് കൊണ്ടാണ് വണ്ണം കൂടുന്നത്. അല്ല, ഇവയെല്ലാം പ്രോട്ടീനുകളാണ്. പ്രോട്ടീനുകൾ കഴിച്ചാൽ വണ്ണം കൂടുക അല്ല ചെയ്യുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതൊന്നും കഴിക്കാത്തവർക്ക് കൊളസ്ട്രോളേ കാണത്തില്ല. ശരിക്കും ഈ പുരുഷന്മാരെ അപേക്ഷിച്ച് പുകവലിക്കുന്ന സ്ത്രീകൾക്ക് ക്യാൻസറിനുള്ള സാധ്യത കൂടുതലാണോ? അത് ക്യാൻസർ മാത്രമല്ല, പുകവലിജന്യ ആരോഗ്യ പ്രശ്നങ്ങൾ പുരുഷനെ അപേക്ഷിച്ച് സ്ത്രീകൾക്ക് ഇരട്ടി സാധ്യതയാണ്. ഒരു 25-ാം വയസ്സിൽ പുകവലി നിർത്തുന്നതും ഒരു 40-ാം വയസ്സിൽ പുകവലി നിർത്തുന്നതും രോഗത്തിനുള്ള സാധ്യത കുറയ്ക്കുന്നുണ്ടോ? ലൈഫ് സ്റ്റൈൽ രോഗ സാധ്യത കുറയ്ക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. ഹോസ്പിറ്റലുകളിൽ നോക്കിക്കഴിഞ്ഞാലും അതിൽ ഇപ്പോൾ ഹൃദയ ശസ്ത്രക്രിയ വേണ്ടി വരുന്നത്, അതായത് അത്രത്തോളം ഹൃദയത്തിൽ ബ്ലോക്ക് ഉള്ള ആൾക്കാരിൽ 10-ൽ 8-ഉം പുകവലി ശീലമുള്ളവരായിരിക്കും. പക്ഷെ അതിനകത്തൊരു 3 പേര് ഈ പുകവലി ശീലം ഒരു 20 വർഷം മുമ്പേ ഉപേക്ഷിച്ചവരായിരിക്കും. വലിക്കാത്തവർക്കും ക്യാൻസർ വരുന്നുണ്ട്, കുടിക്കാത്തവർക്കും ക്യാൻസർ വരുന്നുണ്ട്. നമ്മൾ അമിത വേഗതയിൽ ഹെൽമറ്റ് വെക്കാതെ ബൈക്കിൽ പോയി ഇടിച്ചു മരിക്കുന്നവനുമുണ്ട്, റോഡിൽ സൂക്ഷിച്ച് നടന്നു പോകുമ്പോൾ വാഹനം ഇങ്ങോട്ട് വന്ന് ഇടിച്ചു മരിക്കുന്നവനുമുണ്ട്. ഇതിൽ നല്ലൊരു എക്സാമ്പിൾ അറിയില്ല. അത് തന്നെയാണ് അതിനകത്ത്. രാത്രി 1 മണി 2 മണി വരെ ഉണർന്നിരിക്കുന്ന സമൂഹമാണെന്ന് നമ്മുടെ ഫ്രണ്ടിലുള്ളത്. മനുഷ്യൻ എന്ന് പറയുന്ന ജീവികൾ പൊതുവെ രാത്രി ഉറങ്ങി പകൽ ഉണർന്നിരുന്ന് വർക്ക് ചെയ്യേണ്ട ടൈപ്പാണ്. ഈ ഋതത്തിന് മാറ്റം വരുത്താൻ ശ്രമിക്കുമോ അത് നമുക്ക് ഓട്ടോമാറ്റിക്കലി അസുഖം ഉണ്ടാക്കും. പുരുഷന്മാർക്കാണ് സ്ത്രീകളെ അപേക്ഷിച്ച് ഹൃദ്രോഗ സാധ്യത കൂടുതൽ. സ്ത്രീകൾക്ക് 50 വയസ്സ് വരെ ഹൃദ്രോഗ സാധ്യത പുരുഷന്മാരെ അപേക്ഷിച്ച് താരതമ്യേന കുറവാണ്. കഴുത്ത് വേദന, വിട്ടുമാറാത്ത തലവേദന, ജോയിൻസ് കംപ്ലൈൻറ്റ്, കണ്ണുകൾക്ക് കംപ്ലൈൻറ്റ്, ഇതെല്ലാം. അതിന് കാരണം നമ്മൾ ഇരുന്ന് ജോലി എന്നുള്ളത് മാത്രമല്ല, അവർ നേരിടേണ്ടി വരുന്ന വർക്ക് പ്രഷർ. നാക്കിൻ്റെ അടിയിലിട്ടാൽ പോലും പഞ്ചസാര ശരീരം വലിച്ചെടുക്കും, രക്തത്തിൽ ഷുഗർ കൂടും. അതാണ് പഞ്ചസാരയുടെ ഏറ്റവും വലിയ അപകടം. ഇപ്പൊ പലരും ഈ ലാബ് ടെസ്റ്റിലോട്ട് പോവാത്തത് ഇനി എനിക്കെന്തെങ്കിലും അസുഖമുണ്ടോ എന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിലുള്ള പ്രശ്നങ്ങൾ ആലോചിച്ചിട്ടാണ്. അതെ, ബ്രേക്ക് പോയ വാഹനത്തിനകത്ത് കണ്ണടച്ചിരിക്കുന്ന പോലെ. അത് കൂടുതലും ഈ മരുന്ന് കഴിക്കാനുള്ളൊരു ഭയമാണ്. ഡോക്ടർ ശരിക്കും വിമർശനങ്ങളെ ഭയക്കുന്ന ഒരാളാണ്. കൈയടിക്കുന്നവരെക്കാളും കൂടുതലായിട്ട് വിമർശിക്കുന്നവർ പറയുന്ന കാര്യങ്ങൾ ഞാൻ കൂടുതൽ ശ്രദ്ധിക്കാറുണ്ട്. ആ കാര്യങ്ങൾ എന്നെ സ്വയം തിരുത്താൻ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. രാജേഷ് ഡോക്ടർ, നമസ്കാരം. ഇപ്പോൾ ഞാൻ ഡോക്ടറെ ഇവർക്ക് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. കഴിഞ്ഞ 7 വർഷങ്ങളായിട്ട് ഡോക്ടർ എല്ലാവരുടെയും വീടുകളിലുണ്ട്, എല്ലാവരുടെയും മനസ്സിലുണ്ട്. അപ്പോൾ പ്രത്യേകിച്ചൊരു ആമുഖത്തിൻ്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. ഡോക്ടർ, വെൽക്കം. ശരിക്കും ഒരു ആദ്യത്തെ ചോദ്യം തന്നെ ചെറിയൊരു കുസൃതിയോടെ ഞാൻ ചോദിക്കട്ടെ. ഓക്കെ. ഇപ്പോൾ നമ്മൾ പറയാറുണ്ട് ഒരു ഡോക്ടറോട് ഒരു അരമണിക്കൂറിൽ കൂടുതൽ നേരം സംസാരിക്കാൻ ഭാഗ്യം കിട്ടരുത് എന്ന്. ശരിക്കും ഒരു ഡോക്ടറോട് അരമണിക്കൂറിൽ കൂടുതൽ നേരം സംസാരിക്കുന്നത് ഭാഗ്യമാണോ ദൗർഭാഗ്യമാണോ? അത് ഇപ്പോഴത്തെ ഒരു മാറിയ ഒരു കാലഘട്ടത്തിൻ്റെ ഭാഗമായിട്ടേ നമുക്ക് അതിനെ കാണാൻ പറ്റുള്ളൂ. കാരണം പണ്ട് കാലത്ത് ഒരു 20 വർഷങ്ങൾക്ക് മുമ്പ് വരെ ഓരോ കുടുംബത്തിനും ഒരു ഫാമിലി ഡോക്ടർ ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെ വീട്ടിലെ കാര്യങ്ങൾ, അവരുടെ കുഞ്ഞ് ജനിക്കുന്നത്, കുഞ്ഞിൻ്റെ നൂലുകെട്ട് വരെ ആ ഡോക്ടറോട് പറയും. ഡോക്ടർ വരും, അവരുടെ വീട്ടിലെ കാര്യങ്ങൾ അറിയാം. ഇങ്ങനെ ഓരോ ഏരിയയിലുള്ള ഓരോ ഡോക്ടർ ആ ഏരിയയിലുള്ള ഫാമിലി ഫിസിഷ്യനായിരുന്നു. പക്ഷേ കാലം മാറി, ഇപ്പോൾ ഒരുപാട് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായി. കൂടുതൽ ഗ്ലാമർ വരുന്നതനുസരിച്ചും പരസ്യം വരുന്നതനുസരിച്ചും ആൾക്കാർ ഇത്തരത്തിലുള്ള ഡോക്ടർമാരെ വിട്ടിട്ട് വലിയ വലിയ ഹോസ്പിറ്റലിലേക്ക് പോകാൻ തുടങ്ങി. അപ്പോൾ അവിടെ കൂടുതലും സ്പെഷ്യലൈസേഷൻ ഉള്ള സ്ഥലങ്ങളായി. അപ്പോൾ ഡോക്ടേഴ്സിനെ ചിരിക്കുക എന്ന് പറയുന്നത് ഡോക്ടേഴ്സിൻ്റെ അടുത്ത് കാണുന്ന കുറവ്. വളരെ ഗൗരവത്തിൽ ഏറ് പിടിച്ചിരുന്ന് സംസാരിക്കുന്ന ഡോക്ടർമാർ കാണുന്ന സമയത്ത് അവർ രോഗത്തെക്കുറിച്ച് മാത്രം പറയുന്നു. ഹോസ്പിറ്റലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അത്യാവശ്യം കാര്യമായിട്ടുള്ള രോഗമാണെങ്കിൽ പോലും രോഗി പകുതി മരിച്ചു എന്ന അവസ്ഥയിലേക്ക് വീട്ടിലെത്തുന്നത്. സോ ഈ ഒരു രീതിയിലേക്ക് കഴിഞ്ഞ ഒരു 10-15 വർഷം കൊണ്ട് നമ്മുടെ മലയാളീസ് ഗ്രാജുവലി മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ചോദിച്ച ചോദ്യത്തിന് ഇപ്പോൾ പ്രസക്തിയുണ്ട്. കാരണം അരമണിക്കൂറിൽ കൂടുതൽ ഡോക്ടറോട് സംസാരിച്ചാൽ അവൻ്റെ മനസമാധാനവും ആത്മവിശ്വാസവും പോകുന്ന ഒരവസ്ഥയുണ്ട്. പക്ഷെ പണ്ട് അങ്ങനെയല്ലായിരുന്നു. എത്ര വലിയ രോഗമാണെങ്കിലും സാരമില്ലടാ, ഇത് നമുക്ക് നോക്കി ശരിയാക്കാം, ചെറിയ പ്രശ്നമേ ഉള്ളൂ എന്നൊരു ആശ്വാസം നൽകും. ചികിത്സയുടെ ആദ്യം തുടങ്ങുന്നത് അവിടെയാണ്, ആശ്വാസം. ശരിക്കും ഒരാൾ എപ്പോഴാണ് ആശുപത്രിയിൽ പോകേണ്ടത്? നമുക്ക് നോർമലി മനുഷ്യൻ്റെ ശരീരം എന്ന് പറയുന്നത് അത്യാവശ്യം ഏത് രോഗം വന്നിരുന്നാലും സ്വയം അത് ഹീൽ ചെയ്യാൻ കഴിവുള്ള ഒരു വണ്ടർഫുൾ ഓർഗാനിസമാണ്. അതിന് കൃത്യമായിട്ടുള്ള ഒരു ഇമ്മ്യൂൺ സിസ്റ്റം ഉണ്ട്, അതിന് മാനേജ്മെൻറ്റ് മെത്തേഡ്സ് ഉണ്ട്. അത് കൃത്യമായിട്ട് ചെയ്യും. അത് മനുഷ്യന് മാത്രമല്ല ഏത് ജീവികൾക്കുണ്ട്. അതുകൊണ്ടാണ് പണ്ട് കാലത്ത് നായകൾക്കെല്ലാം അസുഖം വന്നാൽ അത് നാട്ടിൻപുറങ്ങളിലൊക്കെ പോയി ചെടികൾ കടിച്ചു തിന്ന് പോകുന്നത്. അതുപോലെ എല്ലാ ജീവികൾക്കും, ഇപ്പോൾ കാട്ടിലെ ആനകളെയോ ജീവികളെയൊന്നും ആരും ചികിത്സിക്കുന്നില്ലല്ലോ. അതുപോലെ തന്നെയാണ് മനുഷ്യനും. പക്ഷേ മാറിയ സാഹചര്യങ്ങളിൽ മനുഷ്യൻ്റെ ലൈഫ് സ്റ്റൈൽ മാറിയ സമയത്ത് പല പുതിയ പുതിയ പ്രശ്നങ്ങൾ, കാണാൻ വയ്യാത്ത പല കാര്യങ്ങളും വന്നു തുടങ്ങി. മാത്രമല്ല അസുഖത്തിനെക്കുറിച്ച് മനുഷ്യന് സ്വയം നോക്കാനും അതിന് വേണ്ട റെസ്റ്റ് കൊടുക്കാനും സമയം മാറ്റിവെക്കാൻ വയ്യാതെ അങ്ങനെ വന്നപ്പോൾ ചെറിയൊരു പ്രശ്നം ഉണ്ടെങ്കിലും ആൾക്കാർ കൂടുതലും ഡോക്ടർമാരെ കാണാം, പെട്ടെന്ന് ഇത് മാറട്ടെ എന്നുള്ള രീതി വന്നു തുടങ്ങി. യഥാർത്ഥത്തിൽ നമ്മളെ ബാധിക്കുന്ന അസുഖങ്ങൾ നമുക്ക് 2 തരത്തിൽ വരാം. ഒന്ന്, പെട്ടെന്ന് വരുന്നു, ദേ വന്നു ദാ പോയി എന്ന് പറയുന്ന പോലെ പെട്ടെന്ന് വരുന്നു, ഒരാഴ്ച കൊണ്ട് നിൽക്കുന്നു,
പോകുന്നു. അതാണ് നമ്മൾ സാധാരണ പറയുന്ന ഈ അക്യൂട്ട് ഡിസീസസ്. ഇപ്പോൾ വൈറൽ ഇൻഫെക്ഷൻസ്, ചുമ, കഫക്കെട്ട്, പനി ഏതും ആയിക്കോട്ടെ ശരീരത്തിനെ ബാധിക്കുന്നത്. രണ്ടാമത്തെ ഒരു വിഭാഗമുണ്ട് ക്രോണിക് ഡിസീസസ്. അതായത് നമ്മുടെ കയ്യിരിപ്പ് ശരിയല്ലാത്തതുകൊണ്ട്, അതായത് ലൈഫ് സ്റ്റൈൽ കറക്റ്റ് അല്ലാത്തത് കൊണ്ട് നമ്മളെ പിടിപെടുന്ന രോഗം. ഈ രോഗം പലപ്പോഴും നമുക്ക് ഒറ്റയ്ക്ക് മാനേജ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിൽ കൂടുതൽ സ്വയം പരീക്ഷിക്കാതെ ഒരു ഡോക്ടറെ കണ്ട് ഒരു ഉപദേശം തേടി ആവശ്യമുണ്ടെങ്കിൽ മരുന്ന്, അതാണ് ഈ ലൈഫ് സ്റ്റൈൽ രോഗങ്ങളുടെ പ്രത്യേകത, ആവശ്യമുണ്ടെങ്കിൽ മരുന്ന് എടുത്ത് ഡോക്ടർ പറയുന്ന നിർദ്ദേശത്തിൽ മുന്നോട്ട് പോകണം. ഇപ്പോഴത്തെ ആൾക്കാരുടെ പ്രശ്നം എന്തെന്ന് പറഞ്ഞാൽ ചെറിയതായിട്ട് അവർക്ക് ശരീരത്തിൽ എന്തെങ്കിലും ഒരു ചേഞ്ച് കണ്ടിരുന്നാലോ, ഒരു തുമ്മലോ, ഇല്ലെങ്കിൽ മുടി ഒരു അല്പം പൊഴിഞ്ഞിരുന്നാലും ടെൻഷനാണ്. ഇത് വലിയ എന്തെങ്കിലും അസുഖത്തിന്റെ ഭാഗമാണോ? ഗൂഗിളാണ് ഇപ്പോഴത്തെ ഒരു പ്രധാന പ്രശ്നം. അത് ഡോക്ടർമാർക്ക് എല്ലാവർക്കും തലവേദനയാണ്. വന്നിട്ട് പലപ്പോഴും രോഗികൾ വന്നിട്ട് ഡയഗ്നോസ് ആണ് പറയുന്നത്. ഡോക്ടറെ എനിക്ക് ഇന്ന അസുഖമാണ് എന്നാണ് പറയുക. കേൾക്കുന്ന ഡോക്ടർ ഇങ്ങനെ ഇരുന്ന് ആലോചിക്കും. ജസ്റ്റ് പരിശോധനയും വേണ്ട, എനിക്ക് ആ മരുന്ന് എഴുതി തന്നാൽ ഞാൻ പെട്ടെന്ന് പോയാണ്. അതാണ് അവസ്ഥ. അപ്പോൾ ഇത് രോഗിയെ സംബന്ധിച്ച് ഭയങ്കര കുഴപ്പമാണ്. കാരണം യഥാർത്ഥത്തിൽ ഈ രോഗലക്ഷണങ്ങൾ 5 എണ്ണം കൊടുക്കുമ്പോൾ ഗൂഗിൾ ഒരു അസുഖം തരും, പക്ഷെ അതായിരിക്കില്ല അവരുടെ യഥാർത്ഥ പ്രശ്നം. അപ്പോൾ കൃത്യമായി ഡയഗ്നോസ് ചെയ്യാനായിട്ട് രോഗികൾ ഡോക്ടർമാർക്ക് അനുവദിക്കാറില്ല. അതൊരു വലിയ പ്രശ്നമാണ്. ഈ കാലത്ത് ശരിക്കും ഒരു രോഗിയാവാതിരിക്കാനൊക്കെ പറ്റുമോ ഡോക്ടർ? സാധിക്കും, നമ്മൾ വിചാരിച്ചാൽ സാധിക്കും. കാരണം നമുക്ക് ചുറ്റുമുള്ള ഇൻഫ്ലുവൻസസ് ഒത്തിരി ഉണ്ട്, പക്ഷേ മനസ്സ് കറക്റ്റായിട്ട് നിയന്ത്രിച്ച് നിർത്താൻ പറ്റുമെന്ന് സാധിക്കും. ഇപ്പം ഞാൻ കാണുന്ന ഒരു പ്രക്രിയയാണ്, ഇപ്പോൾ ഒരു സ്ത്രീകൾ കൂടുതൽ പുകവലിക്കുന്നവർ നമുക്കിടയിലുണ്ട്. ശരിക്കും ഈ പുരുഷന്മാരെ അപേക്ഷിച്ച് പുക വലിക്കുന്ന സ്ത്രീകൾക്ക് ക്യാൻസറിനുള്ള സാധ്യത കൂടുതലാണോ കുറവാണോ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? പുരുഷന്മാരെ അപേക്ഷിച്ച് ഏകദേശം ഇരട്ടിയോളമാണ് സ്ത്രീകൾക്ക്. അത് ക്യാൻസർ മാത്രമല്ല, പുകവലിജന്യ ആരോഗ്യ പ്രശ്നങ്ങൾ പുരുഷനെ അപേക്ഷിച്ച് സ്ത്രീകൾക്ക് ഇരട്ടി സാധ്യതയാണ്. അത് ഇപ്പോൾ മുൻപത്തേക്കാൾ ഇതിൻ്റെ അവൈലബിലിറ്റി സ്കൂൾ തലം മുതൽ ഇപ്പോൾ കൂടിയിട്ടുണ്ട്. ഹോസ്റ്റലുകളിൽ സിഗരറ്റ് ഇപ്പം അത്യാവശ്യം പെൺകുട്ടികളുടെ കമ്പനിക്കിടയിൽ സിഗരറ്റ് വലിക്കുക എന്ന് പറയുന്നത് വലിയ കുറ്റമല്ല എന്നുള്ളൊരവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ട്. അതിന് നമ്മുടെ സോഷ്യൽ മീഡിയയും നമ്മുടെ സ്വാതന്ത്ര്യ പ്രഖ്യാപനങ്ങളും എല്ലാം ഒരു കാരണമാണ്. പിന്നെ സിനിമകൾ വലിയ തോതിലുള്ള പങ്ക് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. സോ ഇത്തരം കാര്യങ്ങൾ ഒരു തരത്തിലും മറ്റൊരു തരത്തിൽ അവരെ ഗ്രാജുവലി ഇത്തരത്തിലുള്ള അഡിക്ഷനുകളിലേക്ക് എത്തിക്കുന്നുണ്ട്. ഒരു പരിധി വരെ പെൺകുട്ടികൾ ഇതെല്ലാം ഒരു തൽക്കാലത്തേക്കുള്ള ഒരു എൻ്റർടൈൻമെൻ്റ് ആയിട്ട് കാണുമെങ്കിലും ഒരു 40% പേര് ക്രമേണ ഇതിന് അഡിക്റ്റായി. അത് അവരുടെ ലൈഫ് സ്റ്റൈലിൻ്റെ പ്രോബ്ലംസ് വരുമ്പോൾ അവരതിൽ നിന്നും മറികടക്കാൻ വേണ്ടി ഇത് കൂടുതൽ ശീലിക്കും. നമ്മുടെ വീടുകളിൽ തന്നെ വൈൻ കഴിക്കുന്ന ഒരു കുറ്റമാണോ? അല്ല, അത്രത്തോളം. പക്ഷേ വൈൻ മദ്യമാണ്, ബിയറും അതുപോലെ തന്നെ. കാരണം പെൺകുട്ടികൾ ഇപ്പോൾ ബിയർ കഴിക്കുക എന്ന് പറയുന്നത് ഒരു വാർത്തയേ അല്ല. ഈ മദ്യമായാലും സിഗരറ്റ് ആണെങ്കിലും പുകവലിയാണെങ്കിലും പുരുഷൻ ശീലിക്കുന്നതിനേക്കാൾ ഏതാണ്ട് ഇരട്ടി എഫക്റ്റാണ് പെൺകുട്ടികൾക്ക് അല്ലെങ്കിൽ സ്ത്രീകൾക്ക് ഇതുകൊണ്ടുണ്ടാക്കുന്നത്. ഇപ്പം അച്ഛൻ പുറത്തു പോകുന്നു, സിഗരറ്റ് വലിക്കുന്നു അല്ലെങ്കിൽ മദ്യപിക്കുന്നു, ഓക്കെ, അച്ഛനാണ് എന്നൊരു തോന്നലില്ലെങ്കിലും പെൺകുട്ടിയോ അവരുടെ ആൺകുട്ടിയോ ഒരു പക്ഷേ അതിനെ മാറി നിൽക്കും. പക്ഷേ അമ്മമാർ അങ്ങനെ ചെയ്തു കഴിഞ്ഞിരുന്നാൽ കുട്ടികൾക്ക് ഒരിക്കലും അത് തെറ്റായിട്ടും കാണില്ല, സാധാരണ ഒരു കാര്യമായിട്ട് തന്നെ തോന്നും. കുട്ടികൾ ഇതിലേക്ക് ഏകദേശം ഒരു 15 വയസ്സ് മുതൽ തന്നെ ഇതങ്ങ് ശീലിക്കാൻ തുടങ്ങും. അതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ അപകടം. അതുകൊണ്ട് എപ്പോഴും സമൂഹത്തിൽ പുരുഷനേക്കാളും സ്ത്രീകൾ ഇത് ചെയ്യുന്നത് അവരുടെ ആരോഗ്യത്തിനും നല്ലതല്ല, സമൂഹത്തിന് അടുത്ത ജനറേഷനും നല്ലതല്ല. അസുഖങ്ങൾ പിടിപെടാനുള്ള ഒരു ചാൻസിനെ പറ്റി പറഞ്ഞല്ലോ. അപ്പൊ അതുപോലെ നമ്മൾ ഒരാൾ പുകവലി നിർത്തുമ്പോൾ എത്രത്തോളം ഇത് അസുഖത്തിൽ നിന്ന് മാറി നിൽക്കാനുള്ള ചാൻസും കൂടെ ഉണ്ട് എന്ന് അറിഞ്ഞാൽ കൊള്ളാം. അതായത് ഇപ്പോൾ ഒരാൾ ഒരു 25-ാം വയസ്സിൽ പുകവലി നിർത്തുന്നതും ഒരു 40-ാം വയസ്സിൽ പുകവലി നിർത്തുന്നതും രോഗത്തിനുള്ള സാധ്യത കുറയ്ക്കുന്നുണ്ടോ? ശരിക്കും ലൈഫ് സ്റ്റൈൽ രോഗ സാധ്യത വളരെയധികം കുറയ്ക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. പക്ഷേ ശ്വാസകോശത്തിനെ അത് ബാധിക്കുന്നതും അവർക്ക് ക്യാൻസർ രോഗസാധ്യത പോലുള്ള സിറ്റുവേഷൻസും ഒരു പരിധിവരെ നമ്മൾ നേരത്തെ നിർത്തുന്നത് കുറയ്ക്കുന്നുണ്ട്, സംശയമൊന്നുമില്ല. ഉദാഹരണത്തിന് നമ്മളിപ്പോൾ ഹോസ്പിറ്റലുകളിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു 10 ഹാർട്ട് അറ്റാക്ക് കേസുകൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ ഇപ്പോൾ ഹൃദയ ശസ്ത്രക്രിയ വേണ്ടി വരുന്നത്, അതായത് അത്രത്തോളം ഹൃദയത്തിൽ ബ്ലോക്കുള്ള ആൾക്കാരിൽ 10-ൽ 8-ഉം പുകവലി ശീലമുള്ളവരായിരിക്കും. പക്ഷെ അതിനകത്തൊരു 3 പേര് ഈ പുകവലി ശീലം ഒരു 20 വർഷം മുമ്പേ ഉപേക്ഷിച്ചവരായിരിക്കാം. എന്നിരുന്നാലും അവർക്ക് കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോൾ ഇതിൻ്റെ സാധ്യത നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ചെറുപ്പം മുതൽ ഇത്തരത്തിൽ ശീലങ്ങളൊന്നും ഇല്ലാത്തവർക്ക് മുതിരുമ്പോഴും പ്രോബ്ലം ഒന്നും ഇല്ലാതെ, നമുക്ക് വലിക്കുന്നവരെ താരതമ്യപ്പെടുത്തുമ്പോൾ വലിയ പ്രോബ്ലംസ് ഇല്ലാതെ തന്നെ, ഈ ലൈഫ് സ്റ്റൈൽ പ്രോബ്ലംസ് ഇല്ലാതെ മുന്നോട്ട് പോകാൻ സാധിക്കും. വലിക്കാത്തവർക്കും ക്യാൻസർ വരുന്നുണ്ട്, കുടിക്കാത്തവർക്കും ക്യാൻസർ വരുന്നുണ്ട്, ചിലപ്പോൾ ചിട്ടയായ ഒരു ജീവിതം ജീവിക്കുന്നവർക്കും ക്യാൻസർ വരുന്നുണ്ട്. ശരിക്കും എന്താണ് അപ്പോൾ ക്യാൻസർ വരാനുള്ള ഒരു കാരണമായിട്ട്? നിങ്ങൾ ഈ പറഞ്ഞത് നോക്കിക്കഴിഞ്ഞിരുന്നാൽ പലരും ചോദിക്കുന്നത് സിഗരറ്റ് വലിച്ചാലും അസുഖം വരും, വലിക്കാത്തവനും വരുന്നുണ്ട്. അത് നമ്മൾ അമിത വേഗതയിൽ ഹെൽമറ്റ് വെക്കാതെ ബൈക്കിൽ പോയി ഇടിച്ചു മരിക്കുന്നവനുമുണ്ട്, റോഡിൽ സൂക്ഷിച്ച് നടന്നു പോകുമ്പോൾ വാഹനം ഇങ്ങോട്ട് വന്ന് ഇടിച്ചു മരിക്കുന്നവനുമുണ്ട്. ഇതിൽ നല്ലൊരു എക്സാമ്പിൾ അറിയില്ല. അത് തന്നെയാണ് അതിനകത്ത്.
അപ്പോൾ അതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു കമ്പാരിസണിൽ കാര്യമില്ല. പിന്നെ ക്യാൻസർ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ കോശങ്ങൾക്ക് വരുന്ന ജനിതക മാറ്റം. അതിന് പല കാരണങ്ങളുണ്ട്. ഈ ജനിതക മാറ്റമാണ് ക്യാൻസർ. നമ്മുടെ ശരീരത്തിൽ, നിങ്ങളുടെ ശരീരത്തിൽ, എൻ്റെ ശരീരത്തിലെല്ലാം ഇത്തരത്തിൽ കോശങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. പെട്ടെന്ന് കേൾക്കുമ്പോൾ പേടി തോന്നും, പക്ഷേ വാസ്തവമാണ്. സാധാരണഗതിയിൽ ഞാനൊരു ഉദാഹരണം വെച്ച് പറയാം. നമ്മളൊരു വീട്, ചെറിയൊരു വീടെന്ന് പറയുമ്പോൾ നമ്മുടെ കൺസെപ്റ്റ് എന്താണ്? ചുറ്റുമതിലുണ്ടാവണം, വീടിന് വാതിലുണ്ടാവണം, ബാത്റൂം ടോയ്ലറ്റ് സൗകര്യം ഉണ്ടാവണം, ഒരു ഗൃഹനാഥൻ ഉണ്ടാവണം, വീട് നിയന്ത്രിക്കുന്ന ഘടകങ്ങൾ, വൈദ്യുത കണക്ഷൻ, ഇങ്ങനെയാണ് ഒരു വീടിൻ്റെ കൺസെപ്റ്റ് പോകുന്നത്. അതേപോലെയാണ് ഒരു കോശവും. കോശങ്ങൾക്ക് ഒരു ഘടനയുണ്ട്. ആ ഘടന അത് നിയന്ത്രിക്കുന്ന ജീനുണ്ടാവും. മനസ്സിലായോ? പക്ഷേ എപ്പോഴാണോ ഈ ജീനിനെ അനുസരിക്കാതെ കോശങ്ങൾ അതിൻ്റെ രീതിക്ക് പ്രവർത്തിക്കുന്നത്, ആ കോശങ്ങളെ നമുക്ക് ക്യാൻസർ കോശം എന്ന് വിളിക്കാം. അതിന് മനുഷ്യ ശരീരമായിട്ട്, പ്രത്യേകിച്ച് മനുഷ്യ ശരീരത്തെ അനുസരിക്കാത്ത തരത്തിൽ ഈ കോശങ്ങളങ്ങ് പ്രവർത്തിച്ചു എന്ന് വരാം. പക്ഷേ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഞാൻ പറഞ്ഞല്ലോ, ഓരോരുത്തരുടെ ശരീരത്തിൽ ഇത് ഉണ്ടാകുന്നുണ്ട്. അതിനെ നമ്മുടെ പ്രതിരോധ കോശങ്ങൾ കൃത്യമായി കണ്ടെത്തി അപ്പോൾ തന്നെ നശിപ്പിച്ച് കളഞ്ഞുകൊണ്ടിരിക്കും. അത് ജനിക്കുന്ന ഒരു കുഞ്ഞു മുതൽ മരിക്കുന്ന ഒരാൾക്ക് വരെ ഇത് സംഭവിക്കുന്നുണ്ട്. എപ്പോഴാണോ നമ്മുടെ പ്രതിരോധ കോശങ്ങൾക്ക് ഇത്തരത്തിൽ അപകടകാരിയായിട്ടുള്ള കോശങ്ങളെ കണ്ടുപിടിച്ച് നശിപ്പിക്കാൻ സാധിക്കാതെ വരുന്നത്, ആ സമയത്ത് ഈ കോശങ്ങൾ വല്ലാണ്ട് പെറ്റുവരികയും ആ ഭാഗത്ത് കൂടുകയും ചെയ്യും. അതിന് നമ്മളപ്പോൾ ആ ഭാഗത്ത് ക്യാൻസർ വന്നു എന്ന് പറയും. ഇപ്പോൾ നമ്മുടെ ഇടയിൽ ഏറ്റവും കൂടുതൽ യുവാക്കൾ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിലൊന്നാണ് ഇൻഫോ പാർക്ക്, ടെക്നോ പാർക്ക് പോലുള്ള IT മേഖലകൾ. പക്ഷേ ഇതിനകത്ത് എല്ലാവരും പറയുന്നൊരു പ്രശ്നമുണ്ട്, എനിക്ക് നടുവിന് വേദനയാണ്, കൂടുതൽ നേരം ഇരിക്കുന്നത് കൊണ്ട് ചില ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, തലയ്ക്ക് വേദനയാണ്. ശരിക്കും ഇത്തരത്തിലുള്ളവരുടെ ഒരു ജീവിതശൈലി അവർക്ക് എത്തരത്തിലാണ് നെഗറ്റീവായിട്ട് സംഭവിക്കുക? കഴിഞ്ഞൊരു 10 വർഷങ്ങൾക്കിടയിലാണ് ഇത്തരത്തിലുള്ള പ്രോബ്ലംസ് യുവാക്കളിൽ കൂടുതൽ കണ്ടു തുടങ്ങി അല്ലേ. നടുവേദന മുതൽ പൈൽസ് രോഗം, അവർക്ക് കഴുത്ത് വേദന, വിട്ടുമാറാതെ തലവേദന, ജോയിൻസ് കംപ്ലൈൻറ്റ്, കണ്ണുകൾക്ക് കംപ്ലൈൻറ്റ്, ഇതെല്ലാം. അതിന് കാരണം നമ്മൾ ഇരുന്ന് ജോലി എന്നുള്ളത് മാത്രമല്ല, അവർ നേരിടേണ്ടി വരുന്ന വർക്ക് പ്രഷർ. നമ്മൾ നോക്കിയാൽ അറിയാം, സാധാരണ സർക്കാർ ജോലിയിലാണ് ഏറ്റവും കൂടുതൽ റിലാക്സ് ചെയ്ത ആൾക്കാർ ജോലി ചെയ്യുന്നതെന്ന് നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കാം. ഒരു കോർപ്പറേറ്റ് സെക്ടറിൽ ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ നേരിടേണ്ടി വരുന്ന സ്ട്രെസ്സാണ്. ചുരുങ്ങിയ സമയം കൊണ്ട് കൂടുതൽ വർക്ക് ചെയ്യാനും അവരുടെ മുകളിൽ നിന്നുള്ള പ്രഷർ അവരെ ഒരു ബോംബിൻ്റെ പുറത്ത് എപ്പോഴും ഇരിക്കുന്ന ഒരു സാഹചര്യമാണ് വരുന്നത്. ബോംബിൻ്റെ പുറത്ത് ഇരിക്കുക എന്ന് പറയുമ്പോൾ ആ സ്ട്രെസ് അവരുടെ ഉള്ളിൽ വരും. അത് ശരീരത്തിൽ കോർട്ടിസോൾ എന്ന് പറയുന്ന ഹോർമോൺ കൂടുതൽ റിലീസ് ചെയ്തുകൊണ്ടിരിക്കും. ഈ കോർട്ടിസോളാണ് അവർക്ക് ഏറ്റവും കൂടുതൽ രോഗങ്ങൾ ഉണ്ടാക്കുന്നത്. കാരണം നമ്മളിപ്പോൾ റോഡിൽ നടന്നു പോകുമ്പോൾ ഒരു പാമ്പിനെ കാണുന്നു, പാമ്പ് 10 വിരിച്ച് നമുക്ക് നേരെ വരുന്നു. നമ്മൾ ആ പാമ്പിൽ നിന്ന് രക്ഷപ്പെടാൻ എടുക്കുന്ന നിമിഷമുണ്ടല്ലോ, ആ നിമിഷത്തിൽ നമ്മുടെ മനസ്സിൽ എന്തെല്ലാം വരും? നമ്മുടെ ശരീരം വലിഞ്ഞു മുറുകും, നമ്മൾ ഓടാൻ തയ്യാറെടുക്കും, നെഞ്ച് ഭയങ്കരമായിട്ട് ഇടിക്കും ഇല്ലേ. ഈ അവസ്ഥയാണ് രക്തത്തിൽ കോർട്ടിസോൾ റിലീസ് ചെയ്താൽ സംഭവിക്കുന്നത്. സോ ഈ ഒരു അവസ്ഥ എല്ലാ ദിവസവും ഓഫീസിൽ അവർ നേരിടേണ്ടി വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവർക്ക് ഹൃദയത്തിന് പ്രശ്നം ഉണ്ടാവും, അവർക്ക് BP കൂടും, സ്ട്രോക്ക് സാധ്യതയാവും, കൊളസ്ട്രോൾ ഹൈ ആവും. ഇവരിത് മറികടക്കുന്നതിന് വേണ്ടി ഭക്ഷണം കൂടുതൽ കഴിക്കും, വ്യായാമം ഇല്ല, ഉറക്കമില്ല, അവർ രോഗികളാവും, മദ്യപാനത്തിലേക്കും പോകും. ഇത് എങ്ങനെ നമുക്ക് തടയാൻ പറ്റും? ഡെഫിനറ്റ്ലി അവരുടെ വർക്ക് പ്രഷർ കുറയ്ക്കണം. നമ്മൾ ഇപ്പോൾ എല്ലാ മേഖലകളിലും നമുക്ക് ഇപ്പോൾ കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ഇപ്പോൾ യൂണിയൻ പ്രോബ്ലം, തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ കൂടുതൽ ഇന്ത്യയിൽ നോക്കുന്ന സ്ഥലം കേരളമാണ്. സോ ഇത്തരത്തിൽ ഉള്ള കോർപ്പറേറ്റ് മേഖലകളിൽ ഇതിന് വലിയ നിയന്ത്രണം ഇല്ല. സോ അവരുടെ വർക്കിൻ്റെ ആ ഒരു ലിമിറ്റേഷൻ നമ്മൾ പലപ്പോഴും വിചാരിക്കുന്നത് ഈ കോവിഡ് വന്ന സമയത്താണ് വർക്ക് ഫ്രം ഹോം എന്ന് പറഞ്ഞത്. വീട്ടിൽ ഇരുന്ന് വർക്ക് ചെയ്യാം എന്ന് ഒരു ആൾക്കാർ ആദ്യം കേട്ടപ്പോൾ വിചാരിച്ചു, ഓക്കെ സുഖമല്ലേ, വീട്ടിൽ ഇരുന്നിട്ട് ഡെയിലി വർക്ക് ചെയ്താൽ മതി, പോകേണ്ട കാര്യമില്ല. പക്ഷേ വീട്ടിലിരുന്ന് വർക്ക് ചെയ്യുന്ന, വർക്ക് ഫ്രം ഹോം എടുക്കുന്നവർക്കായിരുന്നു ജോലിക്ക് ഡെയിലി പോകുന്നവരെക്കാൾ ഡബിൾ വർക്കും ഓർ പ്രോബ്ലം, കൂടുതൽ ആരോഗ്യ പ്രശ്നങ്ങളും. കോവിഡ് കഴിഞ്ഞ ഒരു 5 വർഷം കൊണ്ട് നമ്മൾ ഡോക്ടേഴ്സ് കാണുന്ന പ്രശ്നമാണ്. അതായത് ഓഫീസിൽ ലിമിറ്റ് ചെയ്ത് ടൈം കൊണ്ട് ജോലി തീർക്കുന്നതിന് പകരം വീട്ടിൽ അവർക്ക് കൂടുതൽ ടൈം ജോലി ചെയ്യേണ്ടി വരുന്നു, വേറെ ഒരു കാര്യങ്ങൾക്ക് സാധിക്കാത്ത ഒരവസ്ഥയിലേക്ക് പോകാൻ തുടങ്ങി. ഇത്തരത്തിൽ നമ്മൾ ഓവർലോഡ്, ഓവർ ടൈം വെച്ച് ചെയ്യേണ്ടി വരുമ്പോൾ നമ്മൾ രോഗിയാവും. അത് നിയന്ത്രിക്കേണ്ടി വരും. കൃത്യമായിട്ടുള്ള വ്യായാമം. നമ്മൾക്ക് ശരീരത്തിൻ്റെ മസിലുകൾക്കും എല്ലുകൾക്കും വ്യായാമം ചെയ്താൽ മാത്രമേ എല്ലുകൾക്ക് കട്ടി കൂടത്തുള്ളൂ. ഇപ്പോൾ തന്നെ അന്തരീക്ഷത്തിലേക്ക് പോയ നമ്മുടെ സുനിത വില്യംസ് തിരിച്ചു വന്നപ്പോൾ കൊച്ചുകുട്ടികളെ പോലെയാണ് പാദം, എല്ലുകൾ സോഫ്റ്റ് ആയിട്ടുണ്ടെന്നൊക്കെ പറയാൻ കാര്യം അവർക്ക് അതിൻ്റെ ആവശ്യമില്ല, അവിടെ ഗ്രാവിറ്റി ഇല്ലാത്തതുകൊണ്ട്. അതേപോലെയാണ് ഇവിടെ ഇപ്പോൾ കോർപ്പറേറ്റ്സിൻ്റെ അവസ്ഥ. അവർക്ക് നടക്കുന്ന സാഹചര്യം വരുന്നില്ല, വ്യായാമം ചെയ്യുന്ന സാഹചര്യം വരും, അവരുടെ എല്ലുകൾ സോഫ്റ്റ് ആവും. അതുകൊണ്ട് അവർക്ക് ജോയിൻറ്റ് പെയിൻ വരും. അതേപോലെ അവരുടെ ഇരിക്കുന്ന പോസ്ചർ, കഴുത്തിന് കംപ്ലയിൻറ്റ് വരും, ഓവർ സ്ട്രെയിൻ ചെയ്യുമ്പോൾ കണ്ണിന് കംപ്ലയിൻറ്റ് വരും, ഇതെല്ലാം കൂടെ കൊണ്ട് തലവേദന വരും. ഇതിൻ്റെ ഒപ്പം തന്നെ അവർ കഴിക്കുന്ന ഭക്ഷണം, വീട്ടിൽ നിന്നും അവർക്ക് ഉണ്ടാക്കി കൊണ്ടുപോകാനുള്ള സമയമില്ല. അവർ കൃത്യമായിട്ട് ഒന്നുമില്ല, അവരവിടെ പോയിട്ട് മെസ്സിൽ നിന്നുള്ള ഫുഡ് വാങ്ങുന്നു, ഫാസ്റ്റ് ഫുഡ്സ് വാങ്ങുന്നു. വല്ലപ്പോഴും ഇത്തരത്തിൽ ഫാസ്റ്റ് ഫുഡുകൾ ആശ്രയിച്ചാൽ കുഴപ്പമില്ല. സ്ഥിരമായിട്ട് നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങളുടെ 90% ഫാസ്റ്റ് ഫുഡുകൾ അല്ലെങ്കിൽ ജങ്ക് ഫുഡുകളാകുമ്പോൾ ശരീരം രോഗഗ്രസ്തമാകും.
നമ്മുടെ കേരളത്തിലുള്ള പല ഓഫീസ് സ്ഥാപനങ്ങളും കോർപ്പറേറ്റ് സെക്ടർ പോലെ വർക്ക് ചെയ്യാനുള്ള ഒരു കാരണം കൂടുതൽ എങ്ങനെ ആൾക്കാരെ പണിയിപ്പിക്കാം എന്നുള്ളത് നമുക്ക് അവിടെ നിന്ന് നല്ലൊരു മോഡലുണ്ട്. സോ ആ ലെവലിലേക്ക് മാറുമ്പോൾ ഇവിടെ ഓട്ടോമാറ്റിക്കലി ആൾക്കാർ രോഗികളായിട്ട് മാറിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഇതേ സ്ട്രെസ് അനുഭവിക്കുന്ന ആളുകൾക്ക് ഉറക്കക്കുറവ് ഒരുപാട് വരുന്നുണ്ട്. ശരിക്കും ഈ സ്ട്രെസ് മാത്രമാണോ ഒരാൾക്ക് ഉറക്കം നഷ്ടപ്പെടാനുള്ള കാരണം? ഈ ഉറക്കം നഷ്ടപ്പെട്ടതുകൊണ്ട് അയാൾക്ക് എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഭാവിയിൽ കാത്തിരിക്കുന്നത്? നമ്മുടെ ശരീരം, നമ്മൾ പകൽ നന്നായിട്ട് അത്യാവശ്യം ഹാർഡ് വർക്ക് ചെയ്ത് വൈകുന്നേരം അല്ലെങ്കിൽ രാത്രി തളർന്നുറങ്ങുക എന്ന ഒരു രീതിയാണ് നമ്മുടെ ശരീരത്തിനുള്ളത്. അങ്ങനെ നമ്മുടെ ശരീരവും മനസ്സും തളരുമ്പോൾ തലച്ചോറിന് ഉറക്കം ആവശ്യമാണ്. ഇപ്പോൾ പലരും ആ ഒരു സാഹചര്യത്തിൽ ഫിസിക്കൽ എക്സർസൈസ് എന്ന് പറയുന്ന ഒരു കാര്യമില്ല. മനുഷ്യൻ്റെ ശരീരം എന്ന് പറഞ്ഞാൽ ശരിക്കും കാട്ടിൽ നമ്മുടെ പഴയ ടാർസനല്ലോ, ഒരു മരത്തിൽ നിന്ന് അടുത്ത മരത്തിലേക്ക് ചാടിപ്പോകുന്നത്, ആ ലെവലിൽ ഹാർഡ് വർക്ക് ചെയ്യാനുള്ള അത്രയും എഫക്റ്റീവായിട്ടുള്ള രീതിക്കാണ് ശരീരത്തിൻ്റെ മസിലുകൾ ഉണ്ടാക്കിയിരിക്കുന്നത്. പക്ഷേ ഇതൊന്നും ഉപയോഗിക്കാതെ വേറെ പ്രത്യേകിച്ച് ഒരു കാര്യമില്ലാതെ ഇരിക്കുന്നു. നമ്മൾ പകൽ തന്നെ ഹെവി ആയിട്ട് നമ്മൾ ജങ്ക് ഫുഡ്സ് എടുക്കുന്നു, എനർജി ലോഡ് ഭയങ്കരമാണ്. ഇതെല്ലാം തന്നെ നമ്മുടെ ബ്രെയിൻ്റെ ആക്ടിവിറ്റിയിലും വ്യത്യാസം വരുന്നു. കൂടാതെ നമ്മൾ രാത്രി വീട്ടിൽ വന്നാൽ പലപ്പോഴും ഇപ്പോഴത്തെ നൈറ്റ് ലൈഫ് എന്ന് പറയുന്ന കാര്യം നമ്മൾ നോക്കി, വൈകുന്നേരം വീട്ടിൽ അല്ലെങ്കിൽ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാലായിരിക്കും ആൾക്കാർ കൂടുതൽ ലൈഫ് എൻജോയ് ചെയ്യുന്നത്. ലോകം മുഴുവൻ ആ ഒരു ഇതിലേക്ക് മാറുന്നു. രാത്രി 1 മണി 2 മണി വരെ ഉണർന്നിരിക്കുന്ന സമൂഹമാണ് നമ്മുടെ ഫ്രണ്ടിലുള്ളത്. ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഉറക്കത്തിൻ്റെ പാറ്റേൺ മാറിയിട്ടുണ്ട്. ഇത് നമ്മുടെ തലച്ചോറിൻ്റെ ഒരു എന്താ പറയുക ആക്ടിവിറ്റിയെ ഭയങ്കരമായിട്ട് ബാധിക്കും. മനുഷ്യൻ എന്ന് പറയുന്ന ജീവികൾ പൊതുവേ രാത്രി ഉറങ്ങി പകൽ ഉണർന്നിരുന്ന് വർക്ക് ചെയ്യേണ്ട ടൈപ്പാണ്. പക്ഷേ എപ്പോഴും നമ്മളിതിൻ്റെ സർക്കേഡിയൻ റിതം എന്ന് പറയും, ഈ റിതത്തിന് മാറ്റം വരുത്താൻ ശ്രമിക്കുമ്പോൾ അത് നമുക്ക് ഓട്ടോമാറ്റിക്കലി അസുഖം ഉണ്ടാക്കും. ആദ്യമൊക്കെ അത് നമുക്ക് ബ്രെയിൻ ഫോഗ് പോലെ, നമുക്ക് പകൽ ഉണർന്നിരിക്കാനുള്ള ബുദ്ധിമുട്ട്, പകൽ ഭയങ്കര ക്ഷീണം, പിന്നെ നമുക്ക് മെമ്മറി കുറവ്, ഓർമ്മക്കുറവ് അനുഭവപ്പെടും. പല കാര്യങ്ങളും ഷാർപ്പായിട്ട് ചെയ്യേണ്ടത് സാധിക്കില്ല. ക്വിക്കായിട്ട് ഒരു തീരുമാനമെടുക്കാൻ ഡിസിഷൻ മേക്കിംഗ് പവർ കുറയും, ശരീരത്തിനെ ബാധിക്കും. രാത്രി ശരിയായിട്ട് ഉറങ്ങിയില്ലെങ്കിൽ പിറ്റേ ദിവസം വയറിന് നമുക്ക് ദഹന പ്രശ്നങ്ങളുണ്ടാവും, മലശോധന കൃത്യമായിട്ട് നടക്കത്തില്ല. ഇങ്ങനെ പല പല പ്രശ്നങ്ങൾ ഇത്തരക്കാർ അനുഭവിക്കും. അങ്ങനെ രാത്രി ഉണർന്നിരിക്കുന്ന പലരെയും ചോദിച്ചു നോക്കിയാൽ ഇതെല്ലാം കാണും. നമുക്ക് ശരീരത്തിനകത്ത് പലതരത്തിലുള്ള ഇൻഫ്ലമേഷൻസ് ഉണ്ടാകുന്നുണ്ട്, നീർക്കെട്ടുകൾ ഉണ്ടാകുന്നുണ്ട്. നമ്മൾ ഉറങ്ങുമ്പോഴാണ് നമ്മുടെ ശരീരം ഈ നീർക്കെട്ടുകളെല്ലാം മാറ്റി ശരീരം നോർമലാക്കുന്നത്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഉന്മേഷത്തോടെ എഴുന്നേൽക്കുകയും ചെയ്യും. ഉറങ്ങിയില്ലെങ്കിൽ ഈ പ്രോസസ്സ് നടക്കുന്നില്ല. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് ബോഡി പെയിൻ ഉണ്ടാവും, ഇടയ്ക്കിടയ്ക്ക് രോഗം വരുന്നൊരു പ്രശ്നമുണ്ടാവും, രോഗപ്രതിരോധ ശേഷി കുറയും. ഇങ്ങനെ ശരീരത്തിനെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ പ്ലസ് നമ്മുടെ തലച്ചോറിനെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ വേറെ, ഓവർ സ്ട്രെസ്സ്, ആങ്സൈറ്റി, ഉത്കണ്ഠ, ഡിപ്രഷൻ പോലുള്ള മാനസിക പ്രശ്നങ്ങൾ വേറെ വരും. പല ആരോഗ്യ മാസികകളിലും പല ഈ ആരോഗ്യ സംബന്ധമായ പ്രസിദ്ധീകരണങ്ങളിലും കാണുന്നതാണ് സ്ത്രീകളിലെ രോഗത്തിന് കാരണം, പുരുഷന്മാരിലെ രോഗത്തിന് കാരണം. ശരിക്കും ഇങ്ങനെ ഈ ജെൻഡർ വ്യത്യാസം വരുന്നതിനനുസരിച്ച് ഓരോ രോഗം വരാനുള്ള സാധ്യതയും കൂടുന്നുണ്ടോ? ഉണ്ട്. ഉദാഹരണത്തിന് ഇപ്പോൾ പ്രോസ്റ്റേറ്റിൽ വരുന്ന പ്രോബ്ലം പുരുഷന്മാരിൽ മാത്രം കാണുന്നതാണ്. പുരുഷന്മാർക്കാണ് സ്ത്രീകളെ അപേക്ഷിച്ച് ഹൃദ്രോഗ സാധ്യത കൂടുതൽ. സ്ത്രീകൾക്ക് 50 വയസ്സ് വരെ ഹൃദ്രോഗ സാധ്യത പുരുഷന്മാരെ അപേക്ഷിച്ച് താരതമ്യേന കുറവാണ്. കാരണം അവർക്ക് ഈസ്ട്രജൻ എന്ന് പറയുന്ന ഹോർമോണിൻ്റെ സംരക്ഷണം കൂടുതലുണ്ട്. മുടി പൊഴിച്ചിൽ സാധ്യത പുരുഷന്മാർക്കാണ് കൂടുതൽ, സ്ത്രീകൾക്കല്ല. അങ്ങനെ വിചാരിക്കുമ്പോൾ തോന്നും അനുഗ്രഹീതരാണല്ലോ സ്ത്രീകളെന്ന്. അല്ല, അവർക്ക് മാസാമാസം ഉണ്ടാകുന്ന മാസമുറയുടെ പ്രശ്നങ്ങൾ പുരുഷന്മാർക്ക് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല. അവർക്ക് അത് സംബന്ധമായിട്ട്, പീരീഡ്സ് സംബന്ധമായിട്ട് വരുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ, യൂട്രസ് സംബന്ധമായിട്ടുള്ള പ്രോബ്ലംസ്, എല്ലുകൾക്ക് വരുന്ന തേയ്മാനം, ഇതെല്ലാം സ്ത്രീകൾക്കാണ് കൂടുതൽ. ഇങ്ങനെ പുരുഷനും സ്ത്രീക്കും അവരുടെ ജെൻഡർ അനുസരിച്ചുള്ള വ്യത്യാസങ്ങളും ആരോഗ്യ പ്രശ്നങ്ങളും തീർച്ചയായിട്ടും ഉണ്ടല്ലേ. ശരിക്കും ഈ വണ്ണം കുറയ്ക്കാനായിട്ട് മീറ്റ് മാറ്റി വെക്കുന്ന ആളുകളെ വെജിറ്റേറിയൻസ് ആവുന്നവരെ കണ്ടിട്ടുണ്ട്. ശരിക്കും ഇതുകൊണ്ട് വണ്ണം കുറയൂ? തീർച്ചയായിട്ടും അങ്ങനെ കുറയുമായിരുന്നു എന്നുണ്ടെങ്കിൽ ആന വെജിറ്റേറിയൻ ആയത് നമുക്ക് പുലിയെ പോലെ മെലിഞ്ഞിരുന്നേനെ, പശുവിന് ഇത്രയും വലിയ വയറുണ്ടാവില്ലായിരുന്നു, ഇല്ലേ? അങ്ങനെ വെജിറ്റേറിയൻ ആയതുകൊണ്ട് അങ്ങനെ മെലിയണം എന്നൊക്കെ ഉള്ളത് നമ്മുടെ തെറ്റിദ്ധാരണ മാത്രമാണ്. ഏറ്റവും കൂടുതൽ ആൾക്കാർ വിചാരിക്കുന്ന തെറ്റിദ്ധാരണയാണ് നമ്മൾ പൊരിച്ച ഇറച്ചി കഴിച്ചുകൊണ്ടാണ് കൊളസ്ട്രോൾ കൂടുന്നത്, ഇറച്ചി അല്ലെങ്കിൽ മീൻ കൂടുതൽ കഴിക്കുന്നത് കൊണ്ടാണ് വണ്ണം കൂടുന്നതെന്ന്. അല്ല, ഇവയെല്ലാം പ്രോട്ടീനുകളാണ്. പ്രോട്ടീനുകൾ കഴിച്ചാൽ വണ്ണം കൂടുക അല്ല ചെയ്യുന്നത്. പക്ഷെ പൊരിച്ച് ഇത് ഒരുപാട് കാലങ്ങളായിട്ട് നമ്മൾ കേൾക്കുന്നതാണ്, പൊരിച്ച ഭക്ഷണം കഴിച്ചാൽ വണ്ണം കൂടും, കൊളസ്ട്രോൾ കൂടും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതൊന്നും കഴിക്കാത്തവർക്ക് കൊളസ്ട്രോളേ കാണത്തില്ലല്ലോ. അല്ല, അത് നമ്മുടെ തെറ്റിദ്ധാരണ മാത്രമാണ്. കാരണം നമ്മുടെ ശരീരത്തിൽ നമ്മൾ ഭക്ഷണത്തിലൂടെ നമ്മുടെ ശരീരത്തിലേക്ക് എത്തുന്ന ഓയിലുകൾ, എണ്ണകൾ നമ്മുടെ ശരീരത്തിൽ ഇത്തരത്തിൽ അപകടകരമായിട്ടുള്ള കൊഴുപ്പുകൾ ക്രിയേറ്റ് ചെയ്യുന്നത് 25% അല്ലെങ്കിൽ മാക്സിമം ഒരു 20% മാത്രമേ ഉള്ളൂ. ബാക്കി 80% നമ്മുടെ കരളാണ് നമ്മുടെ മറ്റു പലവിധ ഭക്ഷണങ്ങളിൽ നിന്നും കൊഴുപ്പിനെ ഉണ്ടാക്കിയെടുക്കുന്നത്. അതാണ് ഈ ഫാറ്റി ലിവറും വരുന്നത്. ഇപ്പോൾ പൊരിച്ച ഭക്ഷണത്തിന്റെ കാര്യം ഡോക്ടർ പറഞ്ഞു. അപ്പോൾ ഇതുപോലെ ഒരുപാട് പ്രശ്നക്കാരനാണ് പഞ്ചസാര. അപ്പോൾ ഇത് നമ്മൾ കേട്ടിട്ടുണ്ട്, ഇതൊരു വൈറ്റ് പോയിസൺ ആണ് പറയുന്നതെന്ന്. ശരിക്കും പഞ്ചസാര നമ്മൾ കേട്ട അത്രയും പ്രശ്നക്കാരനാണോ അതോ അതിലും വലിയ പ്രശ്നക്കാരനാണോ? പഞ്ചസാര എന്ന് പറയുന്നത് കരിമ്പിൽ
നിന്നും ഉണ്ടാക്കുന്ന ഒരു പ്രോഡക്റ്റാണ്. നമുക്ക് കരിമ്പ് വല്ലപ്പോഴും കടിച്ച് ചവച്ച് അതിൻ്റെ ജ്യൂസ് കുടിക്കാം. കാരണം അത് ഒരു നാച്ചുറലായിട്ട് നമുക്ക് പ്രകൃതിയിൽ നിന്നും കിട്ടുന്ന ഒരു തണ്ടാണ്. പക്ഷെ അതിനെ പ്രോസസ്സ് ചെയ്ത് വരുമ്പോഴത്തേക്ക് അതിനകത്ത് ഫൈബർ ഇല്ല, അതിനകത്ത് മറ്റു ശരീരത്തിന് ആവശ്യമുള്ള ഒരു ഘടകങ്ങളും ഇല്ലാതെ വളരെ പ്യുവറായിട്ടുള്ള കാർബോഹൈഡ്രേറ്റ്സ്, അതിനകത്തുള്ള അന്നജം മാത്രം വേർതിരിച്ചാണ് ക്രിസ്റ്റൽ രൂപത്തിൽ നമുക്ക് കിട്ടുന്ന പഞ്ചസാര. ഇത് പഞ്ചസാര ചെല്ലുന്ന സമയത്ത് അവിടെ മറ്റൊരു ഗുണവും ഇല്ലാതെ കാലറി മാത്രം, എനർജി മാത്രം കൂടുന്ന ഒരു സാഹചര്യം വരും. രക്തത്തിൽ നമ്മുടെ എത്തുമ്പോൾ ഇത് പഞ്ചസാര ദേ എത്തുന്നു, അയ്യോ അപകടം എന്ന രീതിക്കല്ല ശരീരം കാണുന്നത്. ശരീരത്തിനകത്തേക്ക് ചുരുങ്ങിയ സമയത്ത് കൂടുതലായിട്ട് ഊർജ്ജം എത്തുമ്പോൾ ശരീരത്തിന് അതിനെ വലിച്ചെടുക്കുന്നതിന് ദഹിപ്പിക്കേണ്ട ഒരാവശ്യമില്ല, ഇല്ലേ? നാക്കിൻ്റെ അടിയിലിട്ടാൽ പോലും പഞ്ചസാര ശരീരം വലിച്ചെടുക്കും, രക്തത്തിൽ ഷുഗർ കൂടും. സാധാരണ ഒരു ഭക്ഷണം എന്ന് പറഞ്ഞാൽ അങ്ങനല്ല. നമ്മളിപ്പോൾ നാക്കിലേക്ക് ഇപ്പോൾ നമ്മളൊരു കഷ്ണം കരിമ്പ് എടുത്ത് വായിക്കകത്ത് വെച്ചാൽ രക്തത്തിൽ പഞ്ചസാര കൂടില്ല, ഷുഗർ കൂടില്ല. അതിന് ഉള്ളിലെത്തി ചവച്ച് നീരിറക്കി ദഹിപ്പിക്കണം, അത്രയും പ്രോസസ്സുണ്ട്. പഞ്ചസാരയ്ക്ക് ഈ ഒരു പ്രോസസ്സും ഇല്ല, ഡയറക്റ്റ് ചെല്ലും. അതാണ് പഞ്ചസാരയുടെ ഏറ്റവും വലിയ അപകടം. ഇത് കേൾക്കുമ്പോൾ ഭൂരിപക്ഷം മലയാളികളും വിചാരിക്കും അയ്യോ പഞ്ചസാര വിഷമാണ്, വേണ്ട. പക്ഷേ പകരം നമുക്ക് ശർക്കര കഴിക്കാം, പകരം നമുക്ക് കരിപ്പെട്ടി കഴിക്കാം, പകരം നമുക്ക് തേൻ കഴിക്കാം. കാരണം അത് നാച്ചുറൽ ആണല്ലോ, അപകടം ഇല്ലല്ലോ. തേനും പ്രശ്നക്കാരനാണ്. തേനും പ്രശ്നമാണ്. തേനിനകത്ത് ഏറ്റവും കൂടുതലുള്ളത് ഫ്രക്ടോസ് എന്ന് പറയുന്ന ഷുഗറാണ്. ഫ്രക്ടോസ് കഴിക്കാം, നല്ലതാണ്. 1 ടീസ്പൂൺ വല്ലപ്പോഴും കഴിക്കാം. നമ്മൾ ഡെയിലി ചായയിലൊക്കെ മിക്സ് ചെയ്ത് പഞ്ചസാരയ്ക്ക് പകരം കഴിക്കുന്നവരുണ്ട്. പഞ്ചസാര 1 ടീസ്പൂൺ ഇട്ട് കഴിഞ്ഞാൽ ചായക്ക് നമുക്ക് അത്യാവശ്യം മധുരം തോന്നും. അതേ മധുരം തേനിന് തോന്നിക്കണമെങ്കിൽ മിനിമം 2 ടീസ്പൂൺ വേണം. അപ്പോൾ എത്ര അളവ് മധുരം ഉള്ളിലേക്ക് എത്തി? മനസ്സിലായി? അതാണ് ഇതിനകത്ത് അപകടം. തേന് വളരെ നല്ലതാണ്. തേനിനകത്ത് നമ്മുടെ ശരീരത്തിന് വേണ്ട ആൻറ്റി ഓക്സിഡൻസ് ഇഷ്ടം പോലെ അടങ്ങിയിട്ടുണ്ട്. കൂടാതെ തേനിനകത്ത് ഈ അലർജി ടെൻഡൻസി കുറയ്ക്കാനുള്ള ഘടകങ്ങളൊക്കെ ഉണ്ട്, പോളൻ ഗ്രെയിൻസ് ഒക്കെ ഉണ്ട്. അതുകൊണ്ട് നല്ലതാണ്. കൊച്ചുകുട്ടികൾക്ക് 1 ടീസ്പൂണൊക്കെ കഴിക്കാൻ നല്ലതാണ്, സംശയമൊന്നുമില്ല. പക്ഷേ അത് കണ്ടിട്ട് മുതിർന്നവർ ഇത് വലിയൊരു ടേബിൾ സ്പൂൺ വെച്ച് ഡെയിലി കഴിച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് അടങ്ങിയിട്ടുള്ള ഫ്രക്ടോസ് എന്ന് പറയുന്ന ഷുഗറാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ കരളിന് പോയ്സണസ് ആയിട്ട് മാറുന്നത്. ഈ ഫ്രക്ടോസാണ്. നമ്മൾ ഫ്രൂട്ട്സ് കഴിക്കൂ, ജ്യൂസ് കഴിക്കരുതെന്ന് പറയാൻ കാരണമില്ലേ? കാരണം ജ്യൂസ് ആക്കുമ്പോൾ അതിനകത്തുള്ള ഫൈബറുകൾ അരഞ്ഞു പോയിട്ട് ഈ ഫ്രക്ടോസ് മാത്രമാണ് നമ്മൾ കുടിക്കുന്നത്. ഈ ഫ്രക്ടോസ് നമ്മുടെ ശരീരത്തിനകത്ത് കരളിനകത്ത് ചെറിയ ഇൻഫ്ലമേഷൻ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അത് കുറച്ച് നാൾ കഴിഞ്ഞ് നോക്കുമ്പോൾ ഫാറ്റി ലിവർ അല്ലെങ്കിൽ ലിവറിനെ പോയിസൺ, നമ്മുടെ ലിവറിൻ്റെ ഫങ്ഷൻസ് SGOT SGPT എല്ലാം കൂടിയിരിക്കുന്നു. ഈ ഒരു വ്യത്യാസം ക്രിയേറ്റ് ചെയ്യും. ഈ ജ്യൂസുകൾ ക്രിയേറ്റ് ചെയ്യുന്ന അതേ പ്രോബ്ലം തന്നെ തേനും ക്രിയേറ്റ് ചെയ്യും. ഇപ്പോൾ പലരും ഈ ലാബ് ടെസ്റ്റിലോട്ട് പോവാത്തത് ഇനി എനിക്കെന്തെങ്കിലും അസുഖമുണ്ടോ എന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിലുള്ള പ്രശ്നങ്ങൾ ആലോചിച്ചിട്ടാണ്. അതെ. ഇപ്പോൾ നമ്മളൊരു സുപ്രഭാതത്തിൽ നമ്മൾ ടെസ്റ്റ് നടത്താൻ നേരത്ത് വേണ്ട, എനിക്ക് രോഗമുണ്ട്, എൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കട്ടെ, അതിന് ടെസ്റ്റ് ചെയ്ത് ഞാൻ അറിയണ്ട. അതെ, ബ്രേക്ക് പോയ വാഹനത്തിനകത്ത് കണ്ണടച്ചിരിക്കുന്ന പോലെ. അപ്പോൾ അതും വലിയൊരു പ്രശ്നമായിട്ട് തന്നെ ഡെഫിനറ്റ്ലി ഉണ്ട്. അതെ, ആൾക്കാരുടെ ചിന്തകളും മാറും. അതായത് എൻ്റെ ഉള്ളിലുള്ള പ്രശ്നങ്ങൾ അറിഞ്ഞ് ഞാൻ എന്തിനാണ് ഇനി കൂടുതൽ പ്രശ്നത്തിലേക്ക് പോകുന്നത്? അത് കൂടുതലും ഈ മരുന്ന് കഴിക്കാനുള്ളൊരു ഭയം ആൾക്കാർക്ക്. ഇപ്പം കൊളസ്ട്രോളിനും ഷുഗറിനും BP-ക്കും എല്ലാം ഒരിക്കൽ മരുന്ന് കഴിച്ച് തുടങ്ങിയാൽ ജീവിതകാലം മരുന്ന് കഴിക്കേണ്ടി വരും. ആൾക്കാരെ മുമ്പ് പോയിട്ട് ഞാൻ രോഗിയെന്ന് പറയേണ്ട അവസ്ഥ വരും. സദ്യക്ക് പോയാൽ പായസം കഴിക്കാൻ പറ്റില്ല. ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യം സ്വയം അറിയാമെന്നുള്ളതുകൊണ്ട് ഇത് അക്സെപ്റ്റ് ചെയ്യാൻ, സ്വയം നമ്മൾ മനസ്സിലാക്കാനുള്ള മടി, മനസ്സിൻ്റെ മടി കൊണ്ടാണ് പലതും ചെയ്യാൻ പഠിക്കുന്നത്. ഇപ്പം നമ്മുടെ നാട്ടിൽ ഈ ലഹരി ഉപയോഗത്തെ പറ്റി ഒരുപാട് ചർച്ചകൾ നടക്കുന്നത്, അതിൻ്റെ പ്രശ്നങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. ശരിക്കും ഈ MDMA പോലുള്ള ലഹരികളൊക്കെ ഒരു തവണ ഉപയോഗിച്ചാൽ തന്നെ ഇത് കൂടുതൽ അഡിക്റ്റീവ് സ്വഭാവമുള്ളതാണെന്ന് നമുക്ക് കേൾക്കുന്നുണ്ട്. ശരിക്കും ഇത് എത്രത്തോളം പ്രശ്നക്കാരനാണ്? ഒരു ഒന്നും അറിയാത്ത ഒരാളുടെ അടുത്ത് നമ്മൾ പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ ഏറ്റവും ലളിതമായിട്ട് നമുക്ക് എങ്ങനെ പറഞ്ഞു കൊടുക്കാൻ പറ്റും? ആക്ച്വലി ഇത് നമുക്ക് അഡിക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഇത് ഉപയോഗിക്കുന്ന ആൾ അറിയുന്നില്ല അവർ അഡിക്ഷനിലേക്ക് പോവുകയാണ്. അത് രാസലഹരിക്ക് മാത്രമല്ല, നമ്മൾ സിമ്പിളായിട്ട് ഉപയോഗിക്കുന്ന സിഗരറ്റ് തുടങ്ങിയിട്ട് നമ്മൾക്ക് എടുക്കുന്ന മദ്യം തുടങ്ങി മുകളിലേക്കുള്ള എല്ലാ വസ്തുക്കളും ഇതേ കാറ്റഗറിയിൽ തന്നെയുണ്ട്. ഇവയെല്ലാം ചെയ്യുന്ന പ്രോസസ്സ് എന്താണെന്ന് മനസ്സിലാവുമ്പോൾ നിങ്ങൾക്കത് വ്യക്തമാവും. അതായത് ഇവയെല്ലാം ചെന്നിട്ട് നമ്മുടെ തലച്ചോറിന് നമുക്ക് സന്തോഷവും ഒരു ഉന്മാദാവസ്ഥയിലേക്ക് എത്തിക്കുന്ന സിറോട്ടോണിൻ, ഡോപ്പമൈൻ, നോറെപ്പിനെഫ്രിൻ പോലുള്ള ചില എൻസൈംസ് ഉണ്ട്. മെയിൻലി സിറോട്ടോണിൻ. ഇവയുടെ ആ ഒരു സ്റ്റിമുലേഷൻ പ്രോസസ്സിന് വ്യത്യാസം വരുത്തും. സാധാരണ മദ്യപാനം എന്നൊക്കെ പറയുന്നത് നമ്മുടെ മനസ്സിൽ നമ്മൾ ചെയ്യരുതെന്ന് ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളെ നമ്മുടെ മനസ്സിൻ്റെ നിയന്ത്രണം ഉണ്ടല്ലോ, ഈ നിയന്ത്രണത്തിന് പതുക്കെ അങ്ങ് എടുത്ത് കളയും. അതുകൊണ്ടാണ് മദ്യപിച്ച് കഴിഞ്ഞാൽ വളരെ ഗൗരവത്തിൽ ഇരിക്കുന്നവർ ഡാൻസ് ചെയ്യുന്നത്. മനസ്സിലായോ? പക്ഷേ ഇതിനെ ഒരു 10 ഇരട്ടി ലെവലിലേക്ക് എത്തിക്കുന്നവയാണ് മയക്കുമരുന്നുകൾ. അതിൽപ്പെട്ടതാണ് ഇപ്പോൾ MDMA,
മെത്താഫിറ്റാമിൻ പോലുള്ള സാധനങ്ങൾ, ഈവൻ നമ്മുടെ കഞ്ചാവ് തന്നെയാണെങ്കിൽ എല്ലാം തന്നെ ഈ കാറ്റഗറിയിൽ ഉൾപ്പെടുന്നതാണ്. തലച്ചോറിൻ്റെ നമ്മുടെ ഈ പറഞ്ഞ സിറോട്ടോണിൻ, ഡോപ്പമൈൻ, നോറെഫ്രിൻ പോലുള്ള എൻസൈമുകളുടെ പ്രവർത്തനത്തിന് മൊത്തത്തിൽ ഒരു കുഴപ്പത്തിലേക്ക് മാറ്റി അതിൻ്റെ നിയന്ത്രണം അങ്ങ് ഏറ്റെടുക്കും. അപ്പോൾ ഇവർ കാണുന്ന കാഴ്ചകളിൽ തന്നെ വ്യത്യാസം വരും. ഇവരുടെ കണ്ണൊക്കെ ഫുൾ ഇങ്ങനെ ഡയലേറ്റ് ആയിരിക്കും, കൃഷ്ണമണിയൊക്കെ ഡയലേറ്റ് ആയിട്ട് ഇവർ കാണുന്നതെല്ലാം വളരെ കളർഫുൾ ആയിട്ടുള്ള കാഴ്ച. ഇപ്പം പല ഡാൻസ് പാർട്ടികളിലെല്ലാം പോയി കഴിഞ്ഞാൽ നന്നായിട്ട് ഡാൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അല്പം ഒരു 2 സ്മോക്ക് എടുത്താൽ അല്ലെങ്കിൽ ഒരു അല്പം പൊടി എടുത്തു കഴിഞ്ഞാൽ മതി എന്ന് പറയുന്നത് എനർജി കൂടുതൽ കിട്ടും. അതിൻ്റെ കാരണം നമ്മുടെ തലച്ചോറിൻ്റെ നിയന്ത്രണം മാറിയിട്ട് ലൈറ്റ്സ് എല്ലാം തന്നെ ഭയങ്കര സ്പാർക്ലിംഗ് ലൈറ്റ് ആയിട്ട് തോന്നും. നമ്മൾ സിനിമയിലൊക്കെ കാണുന്ന പോലെ ഭയങ്കര കണ്ണച്ചിപ്പിക്കുന്ന പ്രകാശമായിട്ട് നമുക്ക് നേരിട്ട് കാണാൻ പറ്റും. മാത്രമല്ല ഭയങ്കരമായിട്ട് എനർജി ശരീരത്തിൽ ഇത് ലിബറേറ്റ് ചെയ്യും. നമ്മുടെ ഓരോ കോശങ്ങൾക്കകത്ത് പോയിട്ട് സോഡിയം പൊട്ടാസ്യം പമ്പിനകത്ത് വ്യത്യാസം വരുത്തും. അപ്പോൾ നമുക്ക് ശരീരത്തിലെ മസിലുകൾക്കെല്ലാം ഭയങ്കര മൂവ്മെൻറ്റ് കിട്ടും. അപ്പോൾ ഈ ഡാൻസ് പാർട്ടികളിൽ പോയിട്ട് മറന്ന് ഡാൻസ് ചെയ്യാനായിട്ട് ഇവർക്ക് സാധിക്കും. ഭയങ്കര നമ്മൾ ഇതുവരെ കാണാത്ത തരത്തിൽ ഇവരുടെ എനർജി ശരീരത്തിൽ അങ്ങ് വർക്ക് ചെയ്യാൻ തുടങ്ങും. ഇതാണ് പ്രധാനമായിട്ട് ഈ മയക്കുമരുന്നുകൾ പോയിട്ട് ചെയ്യുന്നത്. പക്ഷേ ഇത് നമ്മുടെ ശരീരത്തിലെത്തി ഒരു അരമണിക്കൂർ മുതൽ ഒരു 8 മണിക്കൂർ വരെയാണ് ഇവയുടെ ആക്ഷൻ നിൽക്കുക. പക്ഷേ ഈ 8 മണിക്കൂർ കഴിയുമ്പോൾ നമ്മുടെ കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്ന് പെട്ടെന്ന് താഴേക്ക് വീഴുന്ന പോലെ ഇവരുടെ തലച്ചോറ് ഈ ഡോപ്പമൈൻ സിന്തസിസ് പെട്ടെന്ന് അങ്ങ് മാറും. അപ്പോൾ പെട്ടെന്ന് എനർജി ലോ ആവുക മാത്രമല്ല, സിറോട്ടോണിൻ പോകുന്നതോടുകൂടി ഇവർക്ക് സന്തോഷം പെട്ടെന്ന് ഇല്ലാതെ നമ്മൾ ലൈറ്റ് ഓഫ് ചെയ്യുന്ന പോലെ ഇത് പെട്ടെന്ന് അങ്ങ് ഓഫായി പോകും. അപ്പോൾ തലച്ചോറ് പെട്ടെന്നൊരു ഡ്രൗസി മൂഡിലോട്ടങ്ങ് പോകും. വീണ്ടും ഇവർക്ക് ആ ഒരു ഉന്മേഷം കിട്ടണമെന്നുണ്ടെങ്കിൽ ഇത് അല്പം ചെന്നാലേ പറ്റുള്ളൂ എന്നുള്ളൊരവസ്ഥ എത്തും. അതാണ് ഈ അഡിക്ഷൻ എന്ന പദം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ഒരുപാട് കുട്ടികൾ ഈ ഒരു രീതിയിലോട്ട് പോകുന്നുണ്ട്. ശരിക്കും നമ്മുടെ മാതാപിതാക്കൾക്ക് ഇതെങ്ങനെ തിരിച്ചറിയാൻ പറ്റും? ഒരു കുട്ടി ഇപ്പോൾ എൻ്റെ കുട്ടി ഇത് ഉപയോഗിക്കുന്നുണ്ട് എന്ന് എങ്ങനെ തിരിച്ചറിയാം? ആ ഒരു പോയിന്റ് ഏതായിരിക്കും? കുട്ടികൾക്ക് പലപ്പോഴും ഈ മയക്കുമരുന്നാണ് എന്ന ഒരു തിരിച്ചറിവിലല്ല ഇതൊക്കെ ഉപയോഗിച്ച് തുടങ്ങുന്നത്. സ്കൂളുകളിൽ പലപ്പോഴും നാവിൽ വെക്കുന്ന സ്റ്റാമ്പുകൾ കേട്ടിട്ടുണ്ടായിരിക്കും. വലിയ വിലയൊന്നുമില്ല, ചെറിയ ഇപ്പോൾ ഒരു 1 രൂപയോ 2 രൂപയ്ക്കോ തുടങ്ങി ഇത് കിട്ടും. കൂളിപ്പ് എന്ന് പറഞ്ഞ ചെറിയൊരു സാധനം ഇന്നിപ്പോൾ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളുടെ വരെ തൊട്ടടുത്തുള്ള സ്കൂളുകൾ പെട്ടിക്കടകളുടെ ഒരു ഇതുണ്ട്. ഇത് ഒരു പാക്കറ്റിനകത്ത് ഏകദേശം 30-40 എണ്ണം ഉണ്ട്. ഒരു പാക്കറ്റിന് വില 50 രൂപയോ 60 രൂപയൊക്കെ ഉള്ളൂ. അതായത് ഒരെണ്ണത്തിന് 1 രൂപയോ 2 രൂപയ്ക്കോ വില വരുന്നുള്ളൂ. ഇതിനകത്തുള്ളത് പുകയിലയുടെ പല കോമ്പിനേഷൻസ് ആണ്. ഈ കോമ്പിനേഷൻസ് കുട്ടികൾക്ക് മയക്കുമരുന്നെന്ന രീതിക്കല്ല കൊടുക്കുന്നത്. കുട്ടികൾ പഠിക്കുന്നതിന് കോൺസെൻട്രേഷൻ കിട്ടാൻ, രാത്രി ഉണർന്നിരുന്ന് പഠിക്കാൻ, പരീക്ഷയ്ക്ക് എഴുതുന്ന സമയത്ത് കൂടുതൽ ശ്രദ്ധയോടുകൂടി പരീക്ഷ എഴുതാൻ, പഠിച്ച കാര്യങ്ങൾ ഓർമ്മ വരാൻ എന്ന് പറഞ്ഞിട്ടൊക്കെയാണ് നൽകുന്നത്. എൻ്റെ മൂത്ത മകൾ 10ാം ക്ലാസ്സിലാണ്. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന മകൾ എൻ്റെ അടുത്ത് പറഞ്ഞത് പല സ്കൂളുകളിലും കുട്ടികൾ പരീക്ഷയ്ക്ക് വന്നിരിക്കുമ്പോൾ ഇത് ഉപയോഗിക്കുന്നുണ്ടെന്നാണ്. ഇത് വെച്ചിട്ടാണ് പരീക്ഷ എഴുതുന്നത്. ദാറ്റ് മീൻസ് കുട്ടികൾക്ക് ഈ ഒരു ആവശ്യങ്ങൾക്കെന്ന പേരിലാണ് നൽകുന്നത്. ഇത് മാതാപിതാക്കൾ അറിയുന്നില്ല. കാരണം വളരെ ചെറിയൊരു പാക്കറ്റ് പുസ്തകത്തിനകത്ത് വരെ ഇത് വച്ചിട്ടായിരിക്കും പോകുന്നത്. മനസ്സിലാവുന്നുണ്ടോ? കുട്ടികൾ അറിയാതെ സ്വയം ഇത്തരത്തിലുള്ള അഡിക്ഷൻസിലേക്ക് പോകും. കുറച്ച് നാൾ കഴിഞ്ഞിട്ട് ഇത് പതിവായിട്ട് ഉപയോഗിക്കുന്ന കുട്ടികൾക്ക്, ഇത് പുകയിലയുടെ ഒരു കോമ്പിനേഷനാണ്. ഇത് വളരെ പെട്ടെന്ന് രക്തത്തിൽ ഈ പറഞ്ഞ സ്റ്റിമുലേഷൻ, ഞാൻ നേരത്തെ പറഞ്ഞ മയക്കുമരുന്നിൻ്റെ ഒരു കൊച്ചു സ്റ്റിമുലേഷനാണ് നൽകുന്നത്. പക്ഷേ തുടർച്ചയായി ഇത് ഉപയോഗിച്ച് കുറച്ച് ദിവസം കഴിയുമ്പോൾ ഈ സ്റ്റിമുലേഷൻ കുട്ടികൾക്ക് പോരാതെ വരും. കൂടുതൽ വേണമെന്നൊരു തോന്നൽ വരും. അല്ലെങ്കിൽ എപ്പോഴാണ് ഈ കൂളിപ്പ് പോലുള്ള മയക്കുമരുന്നുകൾ അല്ലെങ്കിൽ ചെറിയ ഇത്തരത്തിലുള്ള മരുന്നുകൾ അവൈലബിൾ അല്ലാതാകുന്നത്, കിട്ടാതാകുന്നത്, ആ സമയത്ത് ഇത്തരത്തിലുള്ള ഏജന്റുമാർ അവരെ സമീപിക്കും. എന്നിട്ട് ഇതിനെക്കാട്ടി കുറച്ചുകൂടെ നല്ല സാധനം തരാമെന്ന് പറയും. ക്രമേണ ഈ കുട്ടികൾ അതേ സ്റ്റിമുലേഷൻ കിട്ടുന്നതിന് വേണ്ടി മയക്കുമരുന്നിലേക്ക് തിരിയും. ഇപ്പം നമ്മളിൽ പലരും ഒരു ചർച്ചയിൽ കണ്ടിട്ടുള്ള ഒരു കാര്യമാണ്, പുറം നാടുകളിലെല്ലാം ഈ പറയുന്ന കഞ്ചാവ് ഒരു പർട്ടിക്കുലർ എമൗണ്ട് നമുക്ക് ഉപയോഗിക്കാം. നമ്മുടെ നാട്ടിലും അത്തരത്തിലൊരു നിയമം വന്ന ഈ പ്രശ്നങ്ങളെല്ലാം പാതി കുറയില്ലേ എന്ന് ചോദിക്കുന്നവരുണ്ട്. ചികിത്സാ രീതിയായിട്ട് എന്തെല്ലാം മയക്കുമരുന്നുകൾ നമ്മുടെ സമൂഹത്തിൽ ആരോഗ്യ മേഖലയിൽ ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ തന്നെ നിങ്ങൾ ഉപയോഗിക്കുന്ന പലവിധ പെയിൻ കില്ലറുകൾ, ഉറക്ക ഗുളികൾ, ആൾക്കാർ വ്യാജ പ്രിസ്ക്രിപ്ഷൻ ഉണ്ടാക്കി മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് വാങ്ങിച്ച് ഉറക്ക ഗുളികയായിട്ട് മയക്കുമരുന്നായിട്ട് ഉപയോഗിക്കുന്നില്ലേ? എത്രയോ കഫ് സിറപ്പുകൾ കള്ളിനകത്തെല്ലാം ചേർത്ത് കൂടുതൽ മയക്കുമരുന്നായിട്ട് ആൾക്കാർ ഉപയോഗിക്കുന്നില്ലേ? അതെല്ലാം തന്നെ നമ്മുടെ സമൂഹത്തിൽ കിട്ടുന്ന നിയന്ത്രിതമായിട്ടുള്ള തോതിലുള്ള സാധനങ്ങളാണ്. ഇവയെല്ലാം തന്നെ അമിതമായി ഉപയോഗിക്കാൻ ജനങ്ങൾക്കൊരു ടെൻഡൻസി വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി അത് മയക്കുമരുന്ന് ലെവലിലേക്ക് പോകും. അതേപോലെ തന്നെയാണ് ലോകത്തെല്ലായിടത്തും. ഇപ്പോൾ ശരീരത്തിൽ ഇപ്പോൾ പെത്തഡിൻ പോലെ ശരീരത്തിന് വേദന സംഹാരികൾ ഉണ്ട്. എത്രയോ ആൾക്കാർ പണ്ട് മുതലേ നമ്മൾ സിനിമകളിൽ ഉൾപ്പെടെ കണ്ടിട്ടില്ലേ പെത്തഡിൻ നമുക്ക് മയക്കുമരുന്നായിട്ട് കുത്തിവയ്ക്കുന്നത്. ഇതേപോലെ നമുക്ക് ഏതൊരു വസ്തുവിനും
അത് ഡോസ് ചെറിയൊരളവിൽ അത് മരുന്നായിട്ടും അമിതമായിട്ടുള്ള ഉപയോഗം തലച്ചോറിൻ്റെ ശരീരത്തിന് ഹാനികരമായിട്ടും വരുന്നുണ്ട്. സോ അതിനിപ്പോൾ കഞ്ചാവിന് മാത്രം എടുത്തു പറയുന്നത് ആൾക്കാർക്ക് ഒരു ന്യായീകരണം എന്ന രീതിക്ക് മാത്രമാണ്. കാരണം അവിടെ ഉപയോഗിക്കുന്നുണ്ട്, ഇവിടെ ഉപയോഗിച്ചാൽ പ്രശ്നം. ഇപ്പോൾ കുംഭമേളയ്ക്ക് അവിടെ വന്ന എല്ലാ സന്യാസിമാരുടെയും കയ്യിൽ കഞ്ചാവ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ പോലെ, അതുകൊണ്ട് നമുക്ക് ഉപയോഗിച്ചുകൂടെ? അതെ. അപ്പോൾ ഇതെല്ലാം ആക്ച്വലി ഉപയോഗിക്കുന്ന ഒരു ന്യായീകരണം എന്ന ലെവലിൽ മാത്രം ഇത്തരക്കാർ പറയുന്നതാണ്. ഒരു ഡോക്ടർക്ക് ലഹരി ഉപയോഗിക്കുന്ന ഒരാളെ ഒറ്റ നോട്ടത്തിൽ തിരിച്ചറിയാൻ പറ്റുമോ? ക്യൂരിയോസിറ്റി കൊണ്ട് ചോദിക്കാം. അവരുടെ ലഹരി ഉപയോഗിച്ചിട്ടുള്ള ആൾക്കാരെ തീർച്ചയായിട്ടും പതിവായിട്ട് ഉപയോഗിക്കുന്നവരെ അറിയാൻ പറ്റും. വല്ലപ്പോഴും ഒരിക്കൽ ഒരു ക്യൂരിയോസിറ്റിക്ക് ഒരാൾ ഉപയോഗിച്ച് നോക്കി അന്നത്തോടു കൂടി അയാൾ അവസാനിപ്പിച്ചുവെങ്കിൽ തിരിച്ചറിയാൻ പാടാണ്. കാരണം അവർ ഹെൽത്തി തന്നെ ആയിരിക്കും. പതിവായിട്ട് ഉപയോഗിക്കുന്നവർക്ക് അവരുടെ മാനറിസത്തിൽ വ്യത്യാസം ഉണ്ടാവും, അവരുടെ ലൈഫ് സ്റ്റൈലിൽ വ്യത്യാസം ഉണ്ടാവും, കണ്ണുകളിൽ എല്ലാം വ്യത്യാസം ഉണ്ടാവും, തിരിച്ചറിയാൻ സാധിക്കും. ഈ നല്ലത് ചെയ്താലും രണ്ട് വശമുണ്ടെന്ന് പറയാറുണ്ട്. അതെ അതെ. ഡോക്ടർ ശരിക്കും വിമർശനങ്ങളെ ഭയക്കുന്ന ഒരാളാണ്? ഇത്രയും ചിരിച്ചിരിക്കുന്ന ഒരാളായതുകൊണ്ട് ചോദിക്കുകയാണ്. വിമർശനങ്ങളെ ഭയക്കുന്നില്ല. കാരണം വിമർശനങ്ങളെ ഭയക്കുന്ന ഒരാൾക്ക് വീണ്ടും നമുക്ക് വിമർശനം ഉണ്ടാകുമെന്ന് ഉറപ്പുള്ള സബ്ജക്ട്സിനെ കുറിച്ച് സംസാരിക്കാൻ സാധിക്കില്ല, ധൈര്യപ്പെടില്ല. കാരണം വിമർശനം എന്ന് പറയുന്നത് നമ്മളൊരു പറയുന്ന സബ്ജക്റ്റിൽ കഴമ്പുണ്ടെങ്കിൽ ആ കഴമ്പുള്ള വിഷയത്തിന് എതിർപ്പുള്ളവരുണ്ടാവും, ആ വിഷയത്തിനെ അനുകൂലിക്കുന്നവരുണ്ടാവും. എതിർപ്പുള്ളവർ അവരുടെ എതിർപ്പ് പ്രകടിപ്പിക്കും, ഇല്ലേ? എൻ്റെ ഭാഗത്ത് തെറ്റുകളുണ്ടാവാം, ആ തെറ്റുകളെ വിമർശിക്കുന്നവരും ഉണ്ടാവും, ഇല്ലേ? സോ വിമർശനം ഉണ്ടാകുന്നിടത്തുനിന്നാണ് ഞാൻ പറയുന്ന കാര്യങ്ങളിൽ പ്രോബ്ലം ഉണ്ടോയെന്ന് ഞാൻ രണ്ടാമത് ചിന്തിക്കുന്നത്. സോ കൈയടിക്കുന്നവരെക്കാളും കൂടുതലായിട്ട് വിമർശിക്കുന്നവർ പറയുന്ന കാര്യങ്ങൾ ഞാൻ കൂടുതൽ ശ്രദ്ധിക്കാറുണ്ട്. ആ കാര്യങ്ങൾ എന്നെ സ്വയം തിരുത്താൻ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. വിമർശനങ്ങൾ പോസിറ്റീവായിട്ട് എടുക്കുന്ന ഒരാളാണ്. വിമർശനങ്ങൾ പോസിറ്റീവായിട്ട് എടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ മുമ്പൊക്കെ ഈ പറഞ്ഞ വിമർശനങ്ങൾ കാണുമ്പോൾ സങ്കടം വരുമായിരുന്നു. പക്ഷെ ഇപ്പോൾ ഞാൻ അത്തരം വിമർശനങ്ങൾ കാണുന്നത് പോസിറ്റീവായിട്ട് എടുക്കുകയും ചെയ്യും. അതിൻ്റെ താഴെ അവർക്കുള്ള മറുപടി കൊടുക്കുക.